എല്ലാവർക്കും അവരവരുടേതായ മതവിശ്വാസങ്ങളുണ്ട്. പക്ഷേ ഒരു മതവിശ്വാസവും ഭരണഘടനയ്ക്ക് മുകളിലല്ല എന്ന് പലതവണ പറഞ്ഞു വെച്ചിട്ടുണ്ട്, പല കോടതികളും പറഞ്ഞു വെച്ചിട്ടുണ്ട്. എല്ലാവർക്കും ഇതിനെക്കുറിച്ചൊരു ധാരണയുണ്ട്. എന്നാൽ പോലും പലപ്പോഴും മതവിശ്വാസങ്ങൾ ഈ ഭരണഘടന അനുശാസിക്കുന്നതിനും നിയമങ്ങൾക്കും അതീതമായി പലരും കൊണ്ടാടാറുണ്ട്. അങ്ങനെ ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം വന്നത്. ധനമന്ത്രി ആയിരിക്കുമ്പോൾ ഡോക്ടർ തോമസ് ഐസക്കിന് ഹസ്തദാനം നൽകിയത് വഴി ഒരു മുസ്ലിം വിദ്യാർത്ഥിനി മുസ്ലിം വ്യക്തി നിയമം ലംഘിച്ചെന്നും മുതിർന്ന പെൺകുട്ടി മറ്റൊരു പുരുഷനെ സ്പർശിക്കുന്നത് വഴി വ്യഭിചാരം ചെയ്തു എന്നും ആരോപിച്ച് ആ പെൺകുട്ടിക്കെതിരെ ഒരു പ്രചരണം നടത്തിയിട്ടുണ്ട്. വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ അതിനെതിരെ ആ പെൺകുട്ടി കേസ് കൊടുത്തിരുന്നു. ആൾ കലാപാഹ്വാനത്തിനാണ് ഈ വീഡിയോ ചെയ്തത് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ തനിക്കെതിരെയുള്ള ഈ പെൺകുട്ടി കൊടുത്ത കേസ് റദ്ദാക്കണമെന്ന് ആരോപിച്ചുകൊണ്ട് ആവശ്യപ്പെട്ട് മലപ്പുറം കോട്ടയ്ക്കൽ സ്വദേശി അബ്ദുൾ നൌഷാദ് ഒരു ഹർജി കൊടുത്തിരുന്നു. ആ ഹർജി പരിഗണിക്കവെയാണ് സുപ്രീം കോടതി ഹൈക്കോടതി ഈ ഒരു ഹർജി തള്ളിക്കൊണ്ട് ഹൈക്കോടതി ഈ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചത്. അതായത് മതവിശ്വാസങ്ങൾ ഭരണഘടനയ്ക്ക് മുകളിലല്ല. ജസ്റ്റിസ് പി വി കുഞ്ഞികൃഷ്ണന്റെ ബെഞ്ചാണ് ഹർജി തള്ളിയിരിക്കുന്നത്. മതവിശ്വാസങ്ങൾ ഭരണഘടനയ്ക്ക് മുകളിലല്ലെന്നും ഏതൊരു മതത്തെ വിശ്വസിക്കണമോ വിശ്വസിക്കാതിരിക്കണമോ എന്ന് തീരുമാനിക്കാനുള്ള വ്യക്തികൾക്ക് വ്യക്തമായ സ്വാതന്ത്ര്യമുണ്ടെന്നും ജസ്റ്റിസ് പി വി കുഞ്ഞികൃഷ്ണൻ പറഞ്ഞിരിക്കുകയാണ്. നോക്കൂ, ഇവിടെ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? നിയമ വിദ്യാർത്ഥിനിയായ ഒരു പെൺകുട്ടി ധനമന്ത്രി ആയിരിക്കെ തോമസ് ഐസക് പങ്കെടുക്കുന്ന ഒരു പരിപാടിയിൽ ചോദ്യങ്ങൾ ചോദിക്കാൻ അവൾക്കൊരു അവസരം കിട്ടുന്നു. ഈ ചോദ്യങ്ങൾ ചോദിച്ചതിന് ശേഷം സംസ്ഥാനത്തിൻ്റെ ഒരു മുതിർന്ന മന്ത്രിക്ക് ഹസ്തദാനം നൽകിയത് വ്യഭിചരിച്ചതാണ് എന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ വീഡിയോ ഇട്ട് അയാൾക്കെതിരെ കേസെടുത്തപ്പോൾ ആ കേസ് നിലനിൽക്കില്ല, തള്ളണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയെ സമീപിച്ചതാണ്. ഈ യൂട്യൂബിലും സോഷ്യൽ മീഡിയകളുടെ കടന്നുവരവോടുകൂടി ഓരോ ആളുകളെ വ്യക്തിഹത്യ ചെയ്യാൻ വേണ്ടി ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കുന്നതിൻ്റെ ഉത്തമമായ തെളിവ് കൂടിയാണിത്. മസ്തിഷ്കത്തിൽ രക്തത്തിന് പകരം മതമൊഴുക്കുന്ന ഇവനെയൊക്കെ എന്താണ് പറയേണ്ടതെന്ന് എനിക്കറിയില്ല. 2024 നമ്മൾ ജീവിക്കുന്നത്. ഈ സംഭവം നടന്നിട്ട് വർഷങ്ങൾ കുറേ ആകുന്നു. ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലഘട്ടത്തിലാണ്. ഈ കാലഘട്ടത്തിൽ ഒരു കൈ കൊടുത്താൽ, ഒന്ന് നോക്കിയാൽ, അടുത്തൊന്നിരുന്നാൽ, സ്പർശിച്ചാൽ, അവളുടെ മുഖം കണ്ടാൽ, അവളുടെ കൈ കണ്ടാൽ അത് മതനിയമങ്ങൾക്കെതിരാണ്, വ്യഭിചാരമാണ് എന്ന് പറയുന്ന ഇവനൊക്കെ പിറന്നത് ഒരു അമ്മയുടെ വയറ്റിൽ നിന്നാണ് എന്ന് വിശ്വസിക്കാൻ വയ്യ. ഇവനെയൊക്കെ വേറെന്തോ പ്രസവിച്ചതാണോ എന്ന് ചോദിക്കേണ്ടിയിരിക്കുന്നു. വീണ്ടും ഒരു മതസ്പർദ്ധ ഉണ്ടാക്കും. നമ്മൾ എന്ത് പറഞ്ഞാലും അതിൻ്റെ നല്ല ഉദ്ദേശത്തിലെടുക്കില്ല, മോശം ഉദ്ദേശത്തിലെടുത്ത് മതസ്പർദ്ധ വളർത്തി എന്ന് നമുക്ക് നേരെ ആരോപിക്കുമെന്നുള്ളതുകൊണ്ട് ഞാൻ ആ വാക്കുകളൊന്നും കഠിനമായി പോകും. മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞ ഒരു വാക്യം കടമെടുത്ത് നമുക്ക് പറയാം. ഈ ഒരു വിഭാഗത്തെക്കുറിച്ച് പറയുമ്പോൾ ആ മൊത്തത്തിൽ ആ മതവിഭാഗത്തെയാണ് അധിക്ഷേപിക്കുന്നത് എന്നൊരു പിക്ചറാണ് സമൂഹത്തിന്. അല്ല, ഞാൻ ഈ ഒരു മതത്തെ മാത്രമല്ല പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇത് എല്ലാ മതത്തിലും ഇത്തരത്തിലുള്ള തീവ്ര നിലപാടെടുക്കുന്ന ആളുകളുണ്ട്. നോക്കൂ, ഇപ്പം ഞാൻ വീണ്ടും പറയുന്നു, ഇപ്പം ഈ ഒരു സിനിമാ പാട്ടിറങ്ങിയതിൻ്റെ പേരിൽ നമ്മളത് ചർച്ച ചെയ്ത വിഷയമാണ്. ആ കലാകാരൻ്റെ കലാപരമായ കഴിവിനെ അംഗീകരിക്കേണ്ട, മിണ്ടാതിരിക്കുന്നതിന് പകരം അതിനെ മതത്തിനോടൊപ്പം കൂട്ടിച്ചേർത്തുന്ന പാതിരിമാരെ നമ്മൾ കണ്ടു. പല പെൺകുട്ടികളെയും ഹൈന്ദവ വിശ്വാസികളായ പല പെൺകുട്ടികളെയും പല രീതിയിൽ ആക്ഷേപിക്കുന്ന ഹൈന്ദവ ആചാര്യന്മാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതിന് ലെഗിൻസ് ഇടുന്നത്, ജീൻസ് ഇടുന്നത് തെറ്റാണെന്ന് പറയുന്ന പല ആചാര്യന്മാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. അവൻ്റെ വസ്ത്രധാരണത്തിൽ, അവൻ്റെ ഭക്ഷണ സ്വാതന്ത്ര്യത്തിൽ കയറി ഇടപെടുന്ന മത ആചാര്യന്മാർ, മത മേലധ്യക്ഷന്മാർ. ഇത് ചില സമുദായങ്ങളിൽ കുറച്ച് കൂടുതലാണ്, ഒരുപടി കൂടുതലാണ്. 10ാം ക്ലാസ് ജയിച്ചപ്പോൾ എല്ലാവരെയും ആദരിക്കുന്ന കൂട്ടത്തിൽ സമ്മാനം കൊടുക്കാനായി ഒരു പെൺകുട്ടിയെ വേദിയിലേക്ക് വിളിച്ചപ്പോൾ എന്തിനാണ് അവളെ വേദിയിലേക്ക് വിളിച്ചത്, നിനക്ക് ബോധമില്ലേ എന്നും പരസ്യമായി ചോദിച്ച ഉസ്താദിൻ്റെ വീഡിയോ നമ്മൾ കണ്ടതാണ്. ഇളയദളപതി വിജയ് അവരുടെ ഫാൻസ് അസോസിയേഷൻ നടത്തിയ പരിപാടിയിൽ സമ്മാനം കൊടുക്കുമ്പോൾ പർദ്ദയിട്ട ഒരു പെൺകുട്ടിയും ട്രഡീഷണൽ മുസ്ലിം വേഷധാരിയായ ഒരു പിതാവും കൂടി കടന്നു വരുമ്പോൾ ആ കുട്ടിക്ക് കിട്ടേണ്ട അവാർഡും ഷോളും ആ പിതാവിന് എണീച്ചു കൊടുക്കേണ്ടി വരുന്ന വിജയിയുടെ ഒരു ദുരവസ്ഥയും നമ്മൾ കണ്ടതാണ്. സ്ക്രീനിലൊക്കെ ഇത്തരത്തിലുള്ള അനീതിക്കെതിരെ വലിയ രീതിയിൽ പോരാടുന്ന വിജയ്ക്ക് പോലും കഴിഞ്ഞില്ല ആ ഒരു സമ്മാനം ആ പെൺകുട്ടിയുടെ കയ്യിൽ വെച്ച് കൊടുക്കാൻ. കാരണം ആ പെൺകുട്ടിയുടെ ശരീരത്തിൽ വിജയ് എന്ന് പറയുന്ന മനുഷ്യൻ, അവനെ ഒരു ആണായിട്ടാണ് കാണുന്നത്, താരമായിട്ടോ ഒന്നുമല്ല കാണുന്നത്. ഒന്ന് തൊട്ടുപോയാൽ അത് തെറ്റാണ് എന്നായിരിക്കും ചിലപ്പോൾ കുടുംബം. തെറ്റെന്ന വാക്കല്ല ഇപ്പൊ ഈ വാർത്തയിൽ തന്നെ പറഞ്ഞു, വ്യഭിചാരം. അത് ഞാൻ ആ വാക്ക് ഉപയോഗിക്കാനാണ് മനഃപൂർവ്വം. നിങ്ങൾക്ക് ഉപയോഗിക്കാം, എനിക്ക് ഉപയോഗിച്ചാൽ ചിലപ്പോൾ അത് എൻ്റെ പേര് വേറെ കേസ് വരും. അതുകൊണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു ചിന്തയിൽ നിന്നായിരിക്കും ആ കുടുംബം വാപ്പാക്ക്. ശരിയാണ്, ആ കുട്ടി ജനിച്ചപ്പോൾ, കുട്ടിയെ പഠിപ്പിച്ചപ്പോൾ, കുട്ടി വളർന്നപ്പോൾ, കുട്ടി ഇപ്പം നിൽക്കുന്ന വിജയത്തിലൊക്കെ ആ വാപ്പാക്ക് പങ്കുണ്ട്.
എന്ന് വിചാരിച്ച് കുട്ടി കഷ്ടപ്പെട്ട് പഠിച്ചതിൻ്റെ സമ്മാനം ആ കുട്ടിക്ക് വേണ്ടേ ലഭിക്കാൻ? നമ്മൾ ഇതേ വിഷയം നേരത്തെ ചർച്ച ചെയ്തിട്ടുണ്ട്. മലപ്പുറം, കോഴിക്കോട് ഭാഗങ്ങളിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാ. ഭാര്യ ഇലക്ഷന് മത്സരിക്കുമ്പോൾ ഭർത്താവിൻ്റെ പടം വെക്കും. ഇന്നയാളുടെ ബീവി ഇന്നയാൾ വോട്ട് ചെയ്യുക. മുഖമില്ലാത്ത ജനപ്രതിനിധികൾ ഇവരാണോ? നബിദിനത്തിൽ ഖുർആൻ പാരായണ മത്സരത്തിൽ വിജയികളായ പെൺകുട്ടികളുടെ പടം വെക്കില്ല. അവരുടെ കണ്ണ് കണ്ടാൽ, അവരുടെ മുഖം കണ്ടാൽ ബാക്കിയുള്ളവർക്ക് ഇനി അവരോട് ആശ തോന്നി പോകുമെന്നാണോ? ഇനി എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇതൊക്കെ എവിടുത്തെ നിയമങ്ങളാണ്? എവിടുത്തെ നീതിയാണ്? ഒരു പെൺകുട്ടി ധൈര്യപൂർവ്വം തനിക്കെതിരെ ഈ പറയപ്പെടുന്ന വീഡിയോ ഇട്ടവനെതിരെ കേസ് കൊടുക്കുമ്പോൾ ആ നാണം കെട്ട നാറി പോയൊരു മാപ്പ് പറയുന്നതിന് പകരം ഹൈക്കോടതിയിൽ പോയിരിക്കുന്നു. ഹൈക്കോടതിയോടൊക്കെ ബഹുമാനം തോന്നുന്ന നിമിഷങ്ങളാണിത്. ഭരണഘടനയ്ക്ക് മുകളിലല്ല ഒരു മതവിശ്വാസവുമെന്നും ഇന്ത്യയിൽ ശക്തമായൊരു ഭരണഘടന എഴുതി വെച്ചിട്ടുണ്ട് എന്നും നമുക്ക് മുന്നേ പോയവർ എഴുതി വെച്ചിട്ടുണ്ടെന്നും ആ ഭരണഘടനയിൽ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇവിടെ ഓരോ മനുഷ്യൻ്റെയും മൗലിക അവകാശങ്ങൾ സംരക്ഷിച്ചു പോകുന്നതെന്നും വീണ്ടും ഹൈക്കോടതി നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. അല്ല, ഈ വിധിയിലൂടെയൊക്കെ എല്ലാ മതക്കാരും ഇത് മനസ്സിലാക്കണം. ഒരു മതവും ഭരണഘടനയ്ക്ക് മുകളിലല്ല. മതവിശ്വാസങ്ങൾ അവരവരുടെ വിശ്വാസമായി നിലനിർത്തുക. മറ്റുള്ളവരുടെ മേൽ കുതിര കയറാനുള്ളത് അപമാനിക്കാനോ ഉള്ള ഒരു ലൈസൻസ് ആയിട്ട് മതവിശ്വാസങ്ങളെ കാണരുത് എന്ന് എല്ലാ മതക്കാർക്കുമുള്ള ഒരു താക്കീത് കൂടിയാണ് ഹൈക്കോടതിയുടെ. ഇപ്പോഴും പല ഹൈന്ദവ വിശ്വാസികളായ വീടുകളിലും ഭർത്താവ് മരണപ്പെട്ടാൽ അവളെ അശകുനമായി കാണുന്ന, ദുശകുനമായി കാണുന്ന ആളുകളുണ്ട്. ചടങ്ങുകളിൽ പങ്കെടുപ്പിക്കാതെ മാറ്റി നിർത്തുന്നവരുണ്ട്. നോക്കൂ, കഴിഞ്ഞ ദിവസം ഒരു പെൺകുട്ടി എന്നെ വിളിച്ചു. ആ പെൺകുട്ടി അവൾ വളരെ സ്വപ്നങ്ങളോടെ 5-6 വർഷം പ്രണയിച്ച് വിവാഹം കഴിച്ച് വീട്ടിൽ പോയതാണ്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ആഴ്ചയിൽ 5 ദിവസവും വ്രതമാണ്. ഭർത്താവിനൊപ്പം കിടക്കാൻ പറ്റില്ല. ബാക്കിയുള്ള ദിവസങ്ങളിൽ പൂജകളാണ്, മന്ത്രവാദങ്ങളാണ്, ഓരോരോ പരിപാടികളാണ്. ആ കുട്ടി അവസാനം മനസ്സ് കൊടുത്ത് ആ വീട് വിട്ടിറങ്ങി. ഇന്ന ഒരു പാനിക് സിറ്റുവേഷനിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. എന്തൊക്കെ സ്വപ്നങ്ങളുമായിട്ടായിരിക്കും ആ പെൺകുട്ടി ഒരു ജീവിതത്തിലേക്ക് കടന്നിരുന്നത്. വ്രതത്തിൻ്റെ ആചാരത്തിൻ്റെ പേരിൽ ആ കുട്ടിയുടെ ദാമ്പത്യ ജീവിതം നിഷേധിക്കപ്പെടുമ്പോൾ ആ കുട്ടിക്കുണ്ടാകുന്ന മനപ്രയാസമുണ്ട്, മാനസിക സംഘർഷങ്ങളുണ്ട്. അത് നമ്മുടെ സമൂഹത്തിൽ നടന്നു പോകുന്ന കാര്യങ്ങളാണ്. ദുരാചാരങ്ങൾ, ഇത്തരത്തിലുള്ള ഇവനൊക്കെ എന്ത് സുഖമാണ് ഇതിൽ കിട്ടുന്നത്? എവിടെയോ കിടക്കുന്നൊരു പെൺകുട്ടി, ആ കുട്ടി കേരളം ഭരിക്കുന്ന ഒരു മന്ത്രിയെ കാണുമ്പോൾ ഒരു ഹസ്തദാനം ചെയ്തതിന് അവൾ വ്യഭിചാരിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഫേസ്ബുക്കിലും യൂട്യൂബിലും വീഡിയോ ഇടുക. ഇവൻ്റെയൊക്കെ ദുഷിച്ച മനസ്സ് എന്തുമാത്രം പലതാണ്. സത്യമായി ഇതിനൊക്കെ പുതിയ നിയമങ്ങൾ ഉണ്ടാക്കണം. ഇങ്ങനെയൊക്കെ അടിസ്ഥാനരഹിതമായ വീഡിയോകൾ ചെയ്യുന്നവരെ, മതവിദ്വേഷം പടർത്തുന്നവരെ, ഇത്തരത്തിലുള്ള മതത്തിൻ്റെ പേരിൽ മറ്റുള്ളവരെ കുറ്റം പറയുന്നവരെ ആ നിമിഷം ശിക്ഷിക്കാനുള്ള അധികാരങ്ങൾ, പുതിയ നിയമങ്ങൾ ഉണ്ടാക്കപ്പെടേണ്ടതുണ്ട്. അത് ചോദ്യം ചെയ്യുമ്പോൾ ആ പെൺകുട്ടിയുടെ പേരിൽ കേസ് കൊടുക്കുക, അല്ലെങ്കിൽ ആ പെൺകുട്ടി ഈ കേസിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടിയുള്ള ഹർജി കൊടുക്കുക എന്നൊക്കെ പറയുന്നത് എത്രയോ കണ്ടിരിക്കാനോ കേട്ടിരിക്കാനോ പറ്റാത്ത ഒരവസ്ഥയാണ്. നമ്മുടെ നാടിൻ്റെ പോക്ക് ഇങ്ങോട്ടാണ് എന്നുള്ളതാണ്. വീണ്ടും ജനാധിപത്യത്തിൽ, ഭരണഘടനയിലൊക്കെ നമുക്ക് വിശ്വാസം വർദ്ധിപ്പിക്കുവാൻ കോടതിയുടെ ഇടപെടൽ ഉണ്ടായിരിക്കും. ഇത് പല കുട്ടികൾക്കും ആശ്വാസമാണ്. ഇത്തരത്തിൽ പല വീടുകളിലും നമ്മൾ കണ്ടിട്ടുണ്ട്. നോക്കൂ, ഒരാൾ എന്ത് ധരിക്കണം, എന്ത് വസ്ത്രം ധരിക്കണം, എന്ത് ഭക്ഷണം കഴിക്കണമെന്ന് തീരുമാനിക്കുന്നത് ആ മതമേലധ്യക്ഷന്മാരോ പുരോഹിതന്മാരോ ഒന്നുമല്ല. അല്ലെങ്കിൽ ഇത്തരത്തിൽ യൂട്യൂബിൽ വന്നിരുന്ന് വാദങ്ങൾ തള്ളുന്ന ടീമാണ്. ഇവൻ്റെയൊക്കെ വിവരം എന്താണെന്ന് അറിയണമെങ്കിൽ ഇവൻ്റെയൊക്കെ യൂട്യൂബ് ചാനലുകൾ എടുത്ത് നോക്കിയാൽ മതി. സമൂഹത്തെ ബാധിക്കുന്ന പല വിഷയങ്ങളിൽ, പല കാര്യങ്ങളിൽ ഇവനൊക്കെ പറഞ്ഞു വെക്കുന്ന പല കാര്യങ്ങളും കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും ഇവൻ്റെയൊക്കെ സംഗീതാസ്വാദനം, നൃത്തം, ഇതെല്ലാം ഇവരുടെ ആ ഒരു അധികാര പരിധിയിൽ റിജക്ട് ചെയ്യുന്ന. നോക്കൂ, ഞാൻ ആ കുട്ടിയുടെ പേര് മറന്നു. ഇവിടെ തൃശ്ശൂർ ഒരു ക്ഷേത്രത്തിൽ പരിപാടി ചെയ്യാൻ പോയിട്ട് ഒരു മുസ്ലിം കുടുംബത്തിൽ പിറന്ന പെൺകുട്ടിയാണ്. അവർ ആ ക്ഷേത്രത്തിലും പരിപാടി നടത്താൻ, മുസ്ലിം ആയതിൻ്റെ പേരിൽ ക്ഷേത്രത്തിലും പരിപാടി നടത്താൻ ആ പെൺകുട്ടിയെ സംബന്ധിച്ച്, ഞാൻ പെൺകുട്ടിയുടെ പേര് മറന്നുപോയതാണ്. പക്ഷേ അവളുടെ ജീവിതം പുറകോട്ട് ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കണം, നൃത്തത്തെ അത്രത്തോളം പ്രണയിച്ചതുകൊണ്ട് നൃത്തം പഠിക്കാൻ വേണ്ടി സ്വന്തം മതത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടവളാണ്. 2 മതങ്ങളുടെ ഭാഗത്തു നിന്ന് ആ കുട്ടിക്ക് കേൾക്കുന്നൊരു മെൻ്റൽ ട്രോമയുണ്ട്. ഈ നൃത്തം എന്ന് പറയുന്ന ആ കല പഠിക്കാൻ വേണ്ടി താൻ ജനിച്ചു വളർന്ന മതം ഉപേക്ഷിക്കേണ്ടി വന്നു, അതിൽ നിന്ന് പുറത്താക്കപ്പെടേണ്ടി വന്നു. നൃത്തം അഭ്യസിച്ചിട്ട് ഒരു ക്ഷേത്രത്തിൽ പരിപാടി അവതരിപ്പിക്കാൻ ചെല്ലുമ്പോൾ അവൾ മുസ്ലിം ആയതിൻ്റെ പേരിൽ ആ ക്ഷേത്രത്തിൽ അവസരം നിഷേധിപ്പിക്കുകയാണ്. നോക്കൂ, ഈ ജാതിയും മതവുമൊക്കെ എന്നാണ് ഉണ്ടായത്? ക്ഷേത്രത്തിലും മോസ്കിലും പള്ളിയിലുമൊക്കെ ഇരിക്കുന്ന ഭഗവാന്മാർക്ക് ഇവരെല്ലാവരും മനുഷ്യരെന്ന് പറയുന്ന ഒറ്റ വികാരമേ ഉള്ളൂ. ഞാൻ രാവിലെ ജപിച്ച ചരട് കയ്യിൽ കെട്ടി നെറ്റിയിലൊരു സിന്ദൂരക്കുറിയോ ചന്ദനക്കുറിയോ വെച്ചിറങ്ങുമ്പോൾ ഞാൻ ഹിന്ദു ആവുന്നു. എൻ്റെ കഴുത്തിൽ കിടക്കുന്ന മാല മാറ്റി ഒരു കൊന്തമാല അണിയുമ്പോൾ ഞാൻ ഒരുപക്ഷെ ക്രിസ്ത്യാനിയാണെന്ന് തെറ്റിദ്ധരിക്കപ്പെടാം. ഞാൻ എൻ്റെ മുണ്ടിൻ്റെ ഉടുക്കുന്ന സ്റ്റൈലൊന്ന് മാറ്റിയെടുത്ത് തലയിലൊരു തൊപ്പിയും വെച്ചാൽ എന്നെ മുസ്ലിം എന്ന് വിളിക്കാം. അത്രയൊക്കെ ഉള്ളൂ മതം. ഈ പ്രസവ വാർഡുകളിലെ സിസ്റ്ററോ ഡോക്ടറോ ഒന്ന് വിചാരിച്ചാൽ മാറ്റാവുന്നതേ ഉള്ളൂ മതം, അല്ലാതെ മറ്റൊന്നുമില്ല. ഇതെല്ലാം ഓരോരുത്തരുടെ വിശ്വാസങ്ങളാണ്.
ഇതിനെല്ലാം വിശ്വസിക്കാൻ സാധിച്ചാൽ അവൻ മനുഷ്യനായി മാറുന്നു. വേറൊരാളുടെ വിശ്വാസങ്ങളെ ചോദ്യം ചെയ്യാതെ അവൻ വിശ്വസിക്കട്ടെ, പക്ഷെ അവൻ്റെ അന്ധവിശ്വാസങ്ങളെ ചോദ്യം ചെയ്യണം, അവൻ പറയുന്ന അനാചാരങ്ങളെ ചോദ്യം ചെയ്യണം. അത്തരത്തിലുള്ള കാര്യങ്ങളെ ചോദ്യം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിഞ്ഞാൽ അവൻ മനുഷ്യനാണ്. അല്ലാണ്ട് ഇത്തരം പ്രവൃത്തികൾ ചെയ്യുന്നവരെ സത്യം പറഞ്ഞാൽ ഇവർക്കൊക്കെ പേരിൽ കേസ് എടുക്കുകയല്ലായിരുന്നു വേണ്ടുന്നത്. ആ വീഡിയോ ഇട്ടവരുടെ നാട്ടിൽ ആൺകുട്ടികളുണ്ടായിരുന്നെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ നല്ല വള്ളിച്ചൂരിൽ വാങ്ങാൻ കിട്ടും. 2 പൊട്ടിയിൽ അതോടെ തീരുന്ന വിഷയമാണ്. പക്ഷേ ഞാനത് പറഞ്ഞു വന്നപ്പോൾ അങ്ങനെ പറഞ്ഞു പോയത് അത് നിയമത്തിന് എതിരാണ്. ഇപ്പോൾ നിയമം തന്നെ ആ കുട്ടിക്ക് സംരക്ഷണം ഒരുക്കുന്നു. ആ കുട്ടിയുടെ മനസ്സേറെ സന്തോഷിക്കുന്നുണ്ടാവാം. ഭരണഘടനയിൽ നിയമവ്യവസ്ഥയിൽ ആ കുട്ടിക്കുള്ള വിശ്വാസം കൂടുന്നുണ്ടാകാം. അവളൊരു നിയമ വിദ്യാർത്ഥിനിയാണ് എന്നത് അവൾക്കൊരു ബെനിഫിറ്റ് ആയിരുന്നു. പക്ഷെ ഇതല്ലാതെ കരഞ്ഞുകൊണ്ടിരിക്കാൻ വിധിക്കപ്പെട്ട ഒരുപാട് പെൺകുട്ടികൾ, ഒരുപാട് പേര് ഇപ്പോഴും അടുക്കളയിൽ ഉണ്ട്. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്കൊക്കെ കൈപിടിച്ച് ഉയർത്താൻ പലരും ശ്രമിച്ചിട്ടും അതൊന്നും സാധിക്കാതെ ഇപ്പോഴും അടുക്കളയിൽ തന്നെ കരഞ്ഞു. ഇത്തരം വാർത്തകളെല്ലാം അവർക്കൊരു പ്രചോദനമാകട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം.